നാട്ടുകാർ പറയുന്നത് ഇത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം ഈ പോലീസ് വരുമ്പോഴാണ് ഈ കൊലപാതകം നടന്നു എന്ന കാര്യം പോലും അറിയുന്നത്. ഒരുപക്ഷെ പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ, വെഞ്ഞാറമൂട് പോലീസിന് മുന്നിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നതുപോലും പുറത്തു വരുന്ന ഒരു നില അത് വൈകുമായിരുന്നു, അതിൽ കാലതാമസമുണ്ടായിരുന്നു, ഇത് കണ്ടെത്തുന്നതിന് തന്നെ കാലതാമസമുണ്ടാകുമായിരുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുകയാണ്. നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ഒരു അവസ്ഥ പറഞ്ഞു പോവുകയാണ്. ഒരുപക്ഷെ ശ്രീജ പറഞ്ഞതുപോലെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വിവരം എത്തിക്കുമ്പോൾ അതിന്റെ ഒരു ഗൌരവ സ്വഭാവത്തിൽ തന്നെ നമ്മൾ എത്തിക്കുന്നു. പക്ഷെ അത് പറയുന്നതിന് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഈ മൃതദേഹം കണ്ടതിനെ കുറിച്ച് ആളുകൾ പറയുന്നത് സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അബ്ദുൾ ലത്തീഫിന്റെ മൃതദേഹം എന്ന കാര്യമാണ്. അതായത് അദ്ദേഹത്തിന്റെ കഴുത്ത് ഒരു വശത്തേക്ക് ചാഞ്ഞ നിലയിലായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടയിൽ ആക്രമണം ഉണ്ടായി, അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ് ഉണ്ടായത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോഫയിൽ അദ്ദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു. ആ മരണപ്പെട്ട അവസ്ഥയിൽ തന്നെ അദ്ദേഹം അവിടെ ഇരുന്നു. വലിയ തരത്തിലുള്ള ആഘാതം തലയ്ക്ക് ഉണ്ടായി. അങ്ങനെ വലിയ ഒരു അടി തലക്കേൽക്കുകയും ആ നിലയിൽ അദ്ദേഹം അവിടെ ആ സോഫയിൽ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് മൃതദേഹം കാണപ്പെട്ടതും. ഭാര്യയാകട്ടെ സാജിദ, അവരാകട്ടെ അടുക്കളയിൽ കിടക്കുന്ന നിലയിലായിരുന്നു. ഒരുപക്ഷെ അനുജന്റെ മകൻ വരുമ്പോൾ ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയതാണ് എന്ന ഒരു നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞ് അടുക്കളയിലെത്തി രണ്ടാമത്തെ കൊലപാതകം കൂടി നടത്തി എന്ന് കണക്കാക്കുന്നു. മറ്റൊരു കാര്യം, ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ഒരു ആരോഗ്യസ്ഥിതിയാണ്. അതെല്ലാം തന്നെ പ്രതിയുടെ ഒരു ആരോഗ്യസ്ഥിതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരെല്ലാം തന്നെ കൂടുതൽ ദുർബലരാണ്. കാരണം അമ്മുമ്മ വയസ്സായ ആളാണ്, അച്ഛന്റെ ജ്യേഷ്ഠൻ പ്രായമുള്ള ആളാണ്, അദ്ദേഹം റിട്ടയർഡായ ആളാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പ്രായമുണ്ട്. വീട്ടിൽ ആക്രമിക്കപ്പെട്ടത് അമ്മയും പെൺ സുഹൃത്തുമാണ്. അവർ രണ്ടുപേർ ഈ സ്ത്രീകളാണ്. ആരോഗ്യപരമായി പ്രതിയേക്കാൾ ആരോഗ്യം കുറഞ്ഞ ആളുകളാണ്. മറ്റൊന്ന് കൊല്ലപ്പെട്ടത് അനുജനാണ്. 14 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണ് പിന്നെ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഈ ഇരകളെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കായികമായി തന്നെ നേരിടാൻ കഴിയുന്ന ആളുകളെയോ അല്ലെങ്കിൽ ആ തരത്തിൽ ഏറ്റുമുട്ടലിന് സാധ്യതയുള്ള ആളുകളെയോ അല്ല പ്രതി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ദുർബലരെ തിരഞ്ഞെടുത്ത് കൊലപ്പെടുത്തി എന്നൊരു കാര്യം കൂടി ഇതിനകത്ത് കാണണം. അപ്പോൾ അതിൽ വൈരാഗ്യം ഉണ്ട്. തനിക്ക് കൊലപ്പെടുത്തണം എന്ന കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു. ഒരു ഏറ്റുമുട്ടൽ പോലും ഉണ്ടാകാതെ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിൽ, ആളുകളെ കൊല്ലാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ആസൂത്രണം ചെയ്തത്. രാവിലെ ഒരു 10 മണി മുതൽ, കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയമാണ്. ഇതിനിടയിൽ ഈ പ്രതി സഞ്ചരിച്ചത് ഏതാണ്ട് 25 കിലോമീറ്ററിലധികമാണ്. ബൈക്കിലായിരുന്നു സഞ്ചാരം. ഈ വീട്ടിൽ വന്ന് കൊലപാതകം നടത്തിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന വസ്ത്രം മാറി, ഷർട്ട് മാറി ധരിച്ചു തിരികെ വീട്ടിലേക്ക് പോയാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ എണ്ണം തന്നെ 6 പേരെ കൊലപ്പെടുത്തി എന്നാണ് പോലീസ് സ്റ്റേഷനിൽ പറയുന്നത്. അവിടെ ഒരു കണക്കുകൂട്ടൽ പിഴച്ചത്. അമ്മ മരണപ്പെട്ടില്ല, അവർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അമ്മയുടെ മൊഴി ഈ കേസിൽ നിർണായകമാണ്. അർബുദ രോഗ ബാധിതയാണ് അമ്മ. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്. അമ്മയെ കൊലപ്പെടുത്തി സ്വയം ജീവൻ ഒടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഈ യുവാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന ഒരു കരുതലുണ്ട്. ഏതായിരുന്നാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ മൊഴി ലഭിക്കേണ്ടതുണ്ട്. ഇതിൽ പ്രതിയും ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലാണ്, പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മജിസ്ട്രേറ്റിനോട് പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനമായും ഉള്ളത് ഈ സാമ്പത്തിക പ്രശ്നമാണ്. പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അമ്മയ്ക്ക് അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വിവാഹത്തിലേക്ക് പോകുന്നത് കുടുംബത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ കൊലപാതകം നടത്തി. അതിൽ കാമുകിയെ കൊലപ്പെടുത്തിയതിൽ ഒരു വിശദീകരണമായുള്ളത് തനിക്ക് ശേഷം തന്റെ പെൺസുഹൃത്തും വേണ്ടതില്ല എന്ന ഒരു ചിന്തയാണ് അവരെ കൊലപ്പെടുത്താൻ അങ്ങനെ പ്രേരിപ്പിച്ചതെന്നാണ്. എന്തു തന്നെയായിരുന്നാലും ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയും ശൈലിയും അത് ഒരു വലിയ കുറ്റകൃത്യമായി കലാശിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ നാടിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഭയപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നു. നാട്ടുകാർ ഒന്നടങ്കം ഞെട്ടലിലാണ്, അവർ ആ ഭയപ്പാടിലാണ്. ഇപ്പോഴും ഈ ഒരു
കാര്യം സമ്മാനിച്ച അല്ലെങ്കിൽ ഈ കാര്യത്തിലൂടെ ഉണ്ടായ ആ ഒരു പകപ്പുണ്ട്, ആ നാട്ടുകാരുടെ നെഞ്ചിരിപ്പുണ്ട്, അതെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നു. ആളുകൾ അത്ര കണ്ട് ഒരു വേദനയിലും ദുഃഖത്തിലും അങ്ങനെ ഒരു അമ്പരപ്പിലുമൊക്കെയാണ് ശ്രീജ. വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ അഫാന്റെ പിതൃസഹോദരന്റെ വീട്ടിൽ, ഇവിടെ പിതൃസഹോദരനെയും ഭാര്യയുമാണ് ഇന്നലെ അഫാൻ കൊലപ്പെടുത്തിയത്. ആദ്യം അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷമായിരുന്നു ഈ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ മറ്റ് ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? മിനിയാന്ന് വളരെ നോർമലായി കാണപ്പെട്ടിരുന്ന ഒരാൾ ഇന്നലെ ഒരു കൊലപാതക പരമ്പര നടത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാകും എന്ന് തീർച്ചയാണ്. അതെന്താണ് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്, പോലീസ് ഉൾപ്പെടെ. ചില വിവരങ്ങൾ പലതും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. സ്വാഭാവികമായും ഇതിൽ കൃത്യമായും മറുപടി പറയാൻ കഴിയുന്ന ഒരേ ഒരാളുള്ളത് ആശുപത്രിയിലാണ്. അത് അഫാന്റെ ഉമ്മയാണ്. അവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സൽമ ബീവിയുടെ കയ്യിൽ ഏതാണ്ട് ഒരു 4 പവനോളം വരുന്നൊരു മാലയുണ്ടായിരുന്നു. 2 ആഴ്ച മുൻപ് ഈ സൽമ ബീവിയോട് ഈ മാല ഇയാൾ ചോദിച്ചെന്നും അത് നൽകിയില്ല എന്നും ഒക്കെ അറിയുന്നുണ്ട്. സൽമ ബീവി ഒരു മകൾക്ക്, അവർക്ക് 11 മക്കളാണ്, ഈ 11ാമത്തെ മകന്റെ മകനാണ് അഫാൻ എന്നാണ് അറിയുന്നത്. അപ്പോൾ അതിൽ ഒരു മാല ഒരു മകളുടെ കയ്യിൽ കൊടുത്തു. ഇന്നലെ ഈ അഫാൻ വീട്ടിലെത്തി സൽമ ബീവിയെ കാണുമ്പോൾ കഴുത്തിൽ ഈ മാലയില്ല. അപ്പോൾ അവരോട് വലിയ പകയുണ്ടായിരുന്നു, ചോദിച്ചിട്ട് കൊടുക്കാത്തതിൽ വലിയ പകയുണ്ടായിരുന്നു. അവിടെ ഒരു കൊലപാതകം നടത്തുന്നു. സൽമ ബീവിക്ക് ഏറ്റവും അടുപ്പമുള്ളത് ഈ കൊല്ലപ്പെട്ട ലത്തീഫിനോടാണ്. ലത്തീഫിനായിരിക്കും ഈ മാല കൊടുത്തത് എന്ന ധാരണയിൽ അങ്ങോട്ടേക്ക് പോകുന്നു. എസ് എൻ പുരത്തേക്ക് പോകുന്നു. അവിടെ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. ഇന്നലെ ഈ പ്രതിക്ക് അത്യാവശ്യമായി പണം വേണമായിരുന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതൊക്കെ ഒന്നുകിൽ അഫാൻ പറഞ്ഞു വേണം അറിയാൻ, പക്ഷെ അഫാൻ പറയുന്ന കാര്യങ്ങൾ പോലീസ് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല. മറ്റുള്ള വിവരങ്ങളെല്ലാം നമുക്കിപ്പോൾ പലപ്പോഴും അഭ്യൂഹങ്ങളായി മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. വിനോദ് തുടരുന്നുണ്ട് ഈ എസ് എൻ പുരത്ത് നിന്ന്. വിനോദ്, ഈ സൽമ ബീവിക്ക് മക്കൾ 11 പേരുണ്ടെന്ന് അറിയുന്നു. അവർ ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസം. ഈ ഒരു കൃത്യം നടക്കുന്ന സമയത്ത് അവർ വീട്ടിൽ തനിച്ചായിരുന്നു. ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ശ്രീജ, അങ്ങനെ ഒരു വലിയ കുടുംബം തന്നെയാണ്, വലിയ ഫാമിലി തന്നെയാണ് എന്ന വിവരമാണ് നാട്ടുകാരെ നൽകുന്നത്. പലരും സാമ്പത്തികമായി ഉന്നതമായ അവസ്ഥയിലുള്ളതാണ്. ഈ കുടുംബത്തിൽ തന്നെ അടുത്തിടെ ഒരു വിവാഹം നടന്നിരുന്നു. ആ വിവാഹത്തിൽ ഈ പരിസരവാസികളൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അന്നും ഈ പ്രതിയും ഈ വിവാഹത്തിന്റെ ഭാഗമായി എത്തിയിരുന്നു എന്ന കാര്യമാണ് പറയുന്നത്. പരിസരവാസികൾ കേട്ടത് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാറി. ഇത് എപ്പോഴാണ് ഈ വിവരം അറിയുന്നത്? ഞാൻ അറിയുന്ന 7 മണിയായി, വൈകുന്നേരം 7 മണി. പോലീസ് വന്നതിന് ശേഷമാണ് അതിനുശേഷമാണ് എല്ലാം നാട് അറിയുന്നത്. വലിയൊരു ഭയപ്പെടുത്തുന്ന കാര്യമായിരുന്നു. പിന്നെ ഭയപ്പെടുത്തുന്ന കാര്യമല്ലാതെ 6 പേരെ ആരാന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരാളിന് ജീവനുണ്ടെന്ന് പറയുന്നത്. 5 പേരെ